ബോക്സിംഗ് റിംഗിലെ മുഹമ്മദ് അലിയെയും മൈക്ക് ടൈസനെയും പോലെയുള്ള എല്ലാ ഇതിഹാസ താരങ്ങളെയും കടത്തിവെട്ടുന്ന കരുത്ത് സ്വന്തം കയ്യിൽ ആവാഹിച്ച അമ്പരപ്പിക്കുന്ന ഒരു കടൽ ജീവിയുണ്ട്. വളരെ ചെറിയ മാൻഡിസ് ഷ്രിമ്പ്, തൊഴുകയ്യൻ ചെമ്മീനുകൾ. ഭൂമിയിലെ ഏത് ജീവിയിലും വെച്ച് ഏറ്റവും ശക്തിയിൽ ഇടിക്കാനുള്ള കഴിവ് ഇവർക്കാണുള്ളത്. ഇടി എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത ഇടിയാണ്. നമ്മുടെ എല്ലാ സങ്കല്പങ്ങൾക്കും അപ്പുറത്തുള്ള ശക്തിയാണ് ആ ഇടിക്ക്. കരിമ്പാറകളുടെ ഉറപ്പുള്ള കവചങ്ങൾ പോലും പൊടിയും ആ ഇടിയിൽ. അക്ഷരാർത്ഥത്തിൽ കടലിനടിയിൽ മിന്നലുണ്ടാകും, പടക്കം പൊട്ടുന്ന ശബ്ദമുണ്ടാവും, തീപ്പാറും. ഇടിയുടെ ശക്തിയിൽ ഒരു മില്ലി സെക്കൻഡ് സമയം അവിടുത്തെ ചൂട് സൂര്യോപരിതലത്തിലെ ചൂടോളം 4500 ഡിഗ്രിയോളം ഉയരും. കടത്തട്ടിലെ ചെളിയിലും പവിഴപ്പുറ്റുകളുടെ ഇടയിലുമൊക്കെ ഒളിച്ചു ജീവിക്കുന്ന ഇവർ ഈ ഗദ പോലുള്ള കയ്യാൽ ഇരകളെ മാരകമായി ഇടിച്ചു കൊന്നും ചില ഇനങ്ങൾ കടാര കൈമുനയാൽ കുത്തിക്കോർത്ത് കൊന്നും ആണ് ഇരകളെ ഭക്ഷണമാക്കുന്നത്. കേട്ടിട്ട് വിശ്വസിക്കാനാവാത്ത ഈ അത്ഭുത ജീവികളുടെ, മാൻഡിസ് ഷ്രിമ്പുകളുടെ അതിശയിപ്പിക്കുന്ന ജീവിതത്തിലേക്കും ശരീര രഹസ്യങ്ങളിലേക്കും സ്വാഗതം. നമുക്ക് പരിചിതരാണല്ലോ പ്രേയിങ് മാൻഡിസുകൾ, പ്രാർത്ഥനാ പ്രാണികൾ എന്ന് വിളിക്കുന്ന തൊഴുകയ്യൻ പ്രാണികൾ. അവരെ പോലെ തന്നെ ഇവരും എവിടെയെങ്കിലും ഒളിച്ച് കാത്തുകിടന്ന് പ്രാർത്ഥനാ നിരതരായി അനങ്ങാതെ നിൽക്കുകയാണ് ചെയ്യുക. ഇരകൾ കയ്യകലത്തിലെത്തിയാൽ പെട്ടെന്ന് കൈനീട്ടി ഇരയെ പിടിക്കലാണല്ലോ പ്രേയിങ് മാൻഡിസിൻ്റെ രീതി. അതുപോലെ ഇവരും പെട്ടെന്ന് കൈനീട്ടി ഒരു ഇടി കൊടുക്കും, അല്ലെങ്കിൽ കുത്തി കയറ്റും. അതിനാലാണ് ഇവരെ മാൻഡിസ് ഷ്രിമ്പുകൾ എന്ന് വിളിക്കുന്നത്. ശരിക്കുള്ള പ്രേയിങ് മാൻഡിസുകളെ പറ്റി, തൊഴുകയ്യൻ പ്രാണികളെ പറ്റി വിശദമായിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ മുന്നേ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ ദയവായി കാണുമല്ലോ. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമുക്ക് മാൻഡിസ് ഷ്രിമ്പുകളിലേക്ക് വരാം. ഷ്രിമ്പ് എന്നിവരെ വിളിക്കുമെങ്കിലും ഇവർ നമ്മുടെ ഷ്രിമ്പുകൾ, ചെമ്മീനുകളുമായിട്ട് വലിയ ബന്ധമുള്ളവരൊന്നുമല്ല, ആ വിഭാഗത്തിൽപ്പെട്ടവരുമല്ല. ഷ്രിമ്പ്, പ്രോൺ, ചെമ്മീൻ, കൊഞ്ച് ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണെന്നും, നമ്മുടെ ഈ മാൻഡിസ് ഷ്രിമ്പുകൾ ഇടിച്ച് പൊട്ടിക്കുന്നത് പോലെ, തോക്കുപയോഗിച്ച് പിസ്റ്റൺ ഉപയോഗിച്ച് വെടിവെക്കുന്നത് പോലെ വലിയ ശബ്ദത്തോടെ കടലിനടിയിൽ വെടിവെക്കുന്ന ശബ്ദഘോഷക്കാരായിട്ടുള്ള പിസ്റ്റൽ ഷ്രിമ്പ്, സ്നാപ്പിംഗ് ഷ്രിമ്പ്, ക്രാക്കർ ഷ്രിമ്പ് എന്നൊക്കെ പേരുള്ള ഒരുതരം ചെമ്മീനുകളെക്കുറിച്ചും, അതുപോലെ വലിയ മത്സ്യങ്ങളുടെ വായിലൊക്കെ കയറി മുഴുവൻ വൃത്തിയാക്കി കൊടുക്കുന്ന ക്ലീനിങ് ഷ്രിമ്പുകളെക്കുറിച്ചും വിശദമായിട്ടുള്ളൊരു വീഡിയോ ഇതിൻ്റെ തുടർച്ചയായിട്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അതും കൂടി കാണണം. അതിനു മുമ്പ് തന്നെ ഈ ചെമ്മീനും കൊഞ്ചും തമ്മിലുള്ള കൃത്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുന്നവർ ദയവായിട്ട് കമൻറ്റ് ചെയ്യുക. മാൻഡിസ് ഷ്രിമ്പുകളിൽ പലതിനെയും അതിമനോഹരമായിട്ടുള്ള നിറങ്ങളിലും പാറ്റേണുകളിലുമൊക്കെ കാണാം. അതിലേറ്റവും ഭംഗിയുള്ളതാണ് പീകോക്ക് മാൻഡിസ് ഷ്രിമ്പുകൾ. മയിലിൻ്റേതുപോലെ തിളങ്ങുന്ന നീലയും പച്ചയും ഓറഞ്ചും മജന്തയും എന്ന് വേണ്ട മഴവിൽ നിറങ്ങളെല്ലാം ചേർത്ത് ചാലിച്ച വർണ്ണ വിസ്മയമാണ് പീകോക്ക് മാൻഡിസ് ഷ്രിമ്പുകൾ. ഈ മനോഹര നിറം കണ്ട് നമ്മൾ അബദ്ധത്തിൽ അവയെ കയ്യിലെടുത്താൽ ചിലപ്പോൾ അവർ അവരുടെ കയ്യിലിരിപ്പ് പുറത്തെടുക്കും. ആ കുഞ്ഞ് ഗദക്കൈ കൊണ്ടുള്ള മിന്നൽ പോലുള്ള ഇടി കിട്ടിയാൽ വിരലിൻ്റെ എല്ല് ചിലപ്പോൾ നുറുങ്ങിപ്പോകും. ഇനി കുത്താണെങ്കിൽ നല്ല മുറിവ് പറ്റാം. അതിനാൽ തന്നെ തം സ്പ്ലിറ്റേഴ്സ്, വിരൽ പിളർപ്പന്മാർ എന്നുകൂടി ഇവർക്ക് വിദേശത്ത് ഒരു ഇരട്ട പേരുണ്ട്. ലോകത്തെങ്ങുമായിട്ട് 500-നടുത്ത് മാൻഡിസ് ഷ്രിമ്പ് ഇനങ്ങളെ, സ്പീഷീസുകളെ ഇതുവരെയായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ പീകോക്ക് മാൻഡിസ് ഷ്രിമ്പുകൾക്ക് സാധാരണയായിട്ട് ഒരു 10 സെൻറ്റിമീറ്ററിനടുത്താണ് നീളമുണ്ടാകുക. എങ്കിലും 38 സെൻറ്റിമീറ്ററോളം നീളമുള്ള ഇനങ്ങളും അവരുടെ കൂട്ടത്തിലുണ്ടാവും. ഇവരിൽ എല്ലാവരും ഇതുപോലെ ഒളിച്ച് കാത്തിരിക്കുന്നവർ ആകണമെന്നില്ല. ചില ഇനങ്ങൾ ഒളിവിടങ്ങളിൽ നിന്നും പുറത്തിറങ്ങി ഇരകൾ ഓടിച്ചു പിടിച്ച് കൊന്നു തിന്നുന്നവരായിട്ടുമുണ്ട്. കിഴക്കൻ ആഫ്രിക്കയ്ക്കും ഹവായ്ക്കും ഇടയിൽ, ഇന്ത്യൻ മഹാസമുദ്രത്തിലും ശാന്തസമുദ്രത്തിലും ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലെ കടലുകളിൽ പവിഴപ്പുറ്റുകൾക്കിടയിലൊക്കെയാണ് ഇവ സാധാരണയായിട്ട് കാണുക. മാൻഡിസ് ഷ്രിമ്പുകളുടെ പരിണാമ ചരിത്രം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഡിനോസറുകൾ ഭൂമിയിൽ ഉണ്ടാകുന്നതിനും എത്രയോ ലക്ഷം വർഷം മുമ്പ്, അതായത് ഏകദേശം 400 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ്, 40 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഡെവോണിയൻ കാലഘട്ടത്തിലാണ് ഇവരുടെ പൂർവികർ പരിണമിച്ചുണ്ടായത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് ഡൈനോസറുകൾ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് എത്രയോ ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണത്. നേരത്തെ പറഞ്ഞല്ലോ, പേരിൽ ഷ്രിമ്പ്, ചെമ്മീൻ എന്നുണ്ടെങ്കിലും ശാസ്ത്രീയമായി പരിശോധിച്ചാൽ മാൻഡിസ് ഷ്രിമ്പുകൾ സാധാരണ ചെമ്മീനുകളോ കൊഞ്ചുകളോ ഒന്നുമല്ല. നമ്മൾ സാധാരണ പറയുന്ന ഷ്രിമ്പുകൾ, ചെമ്മീനുകൾ മാലക്കോസ്ട്രാക്ക ക്ലാസ്സിലാണെങ്കിലും അവ 10 കാലന്മാർ എന്ന് വിളിക്കുന്ന ഡെക്കാപോഡ എന്ന ഓർഡറിലാണ് പെടുക. എന്നാൽ മാൻഡിസ് ഷ്രിമ്പുകൾ മാലക്കോസ്ട്രാക്ക ക്ലാസ്സിലെ സ്റ്റൊമാറ്റോപോഡ എന്ന വേറെ തന്നെ ഓർഡറിൽ പെടുന്ന ക്രസ്റ്റേഷ്യൻസ് ആണ്. പൗരാണിക ഗ്രീക്ക് ഭാഷയിൽ സ്റ്റോമ എന്ന് പറഞ്ഞാൽ വായ എന്നും പോഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാല് എന്നും ആണല്ലോ അർത്ഥം. സ്റ്റൊമാറ്റോപോഡ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാലുകൊണ്ട് ഭക്ഷിക്കുന്നവർ എന്ന അർത്ഥത്തിലാവും. കൈക്കരുത്തന്മാരായിട്ടുള്ള മാൻഡിസ് ഷ്രിമ്പുകൾ 2 തരത്തിലുള്ളവരുണ്ട്. കടാര കുത്തുകാരും മിന്നൽ ഇടിവെട്ടുകാരും. ഇവയുടെ 2 ജോഡി കാലുകൾ, തൊറാസിക് അപ്പൻഡേജ്, പ്രത്യേക വിധത്തിൽ പരിണമിച്ചിട്ടാണ് ഈ ഗദക്കൈകളോ അല്ലെങ്കിൽ കടാരക്കൈകളോ ആയിട്ട് മാറിയിരിക്കുന്നത്. ഈ കൈകളാണ് ഇവരെ ഇത്രയും ശക്തിശാലികളാക്കിയതും. പരിണാമത്തിന്റെ ആദ്യഘട്ടത്തിൽ എല്ലാ മാൻഡിസ് ഷ്രിമ്പുകളും സ്പിയറേഴ്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽ തന്നെയായിരുന്നു പെട്ടിരുന്നത്. അതായത് ഇരയെ കുത്തിക്കോർക്കാനുള്ള പാകത്തിലുള്ള കടാര പോലെ മൂർച്ചയുള്ള കുന്തം പോലുള്ള കൈകളായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്.
മൃദുവായിട്ടുള്ള ശരീരമുള്ള മത്സ്യങ്ങളെയും പലതരത്തിലുള്ള വിരകളെയും ഒക്കെ വേട്ടയാടാൻ ഇത് മതിയായിരുന്നു. എന്നാൽ ഏകദേശം 12.6 കോടി വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ക്രസ്റ്റേഷ്യസ് കാലഘട്ടത്തിൽ, കടലിലെ ജീവജാലങ്ങളുടെ എണ്ണത്തിൽ വലിയ മാറ്റമുണ്ടായി. കട്ടിയുള്ള തോടുകളുള്ള ഞണ്ടുകളും കക്കകളും ശംഖുകളും സമുദ്രത്തിൽ പെരുകാൻ തുടങ്ങി. ഈ ഘട്ടത്തിലാണ് മാൻറ്റിസ് ഷ്രിമ്പുകളിൽ വലിയൊരു പരിണാമം സംഭവിക്കുന്നത്. അവയുടെ കുന്തം പോലെയുള്ള ഈ കൈകൾ പരിണമിച്ച് ഹാമർ അല്ലെങ്കിൽ ക്ലബ്ബുകൾ, ഗദ പോലെയുള്ള കൈകളായി മാറി. അങ്ങനെയാണ് ഇരകളെ ഇടിച്ചു കൊല്ലുന്ന സ്മാഷേഴ്സ് എന്ന വിഭാഗം പരിണമിച്ചുണ്ടാകുന്നത്. സ്മാഷേഴ്സ് എന്ന ഈ ഇടിവീരന്മാരുടെ കൈകളിൽ കാൽഷ്യം അവക്ഷിപ്തങ്ങൾ അടിഞ്ഞ് ഗത പോലെ വീർത്ത ഒരു രൂപത്തിലാണ് ഉണ്ടാവുക. ഇതുകൊണ്ട് കൂടം കൊണ്ടെന്ന പോലെ അതിവേഗത്തിൽ ഇടിക്കാൻ ഇവർക്ക് പറ്റും. അത്തരത്തിലുള്ള ഇടി കിട്ടിയാൽ കട്ടിയുള്ള പുറന്തോടുള്ള ഇരകളുടെയൊക്കെ ആ തോടൊക്കെ തവിട് പൊടിയാകും. അങ്ങനെ അവർക്ക് ഉറപ്പുള്ള തോടുകളുള്ള എക്സോസ്കെൽട്ടനുള്ള പലതരം കടൽ ജീവികളെ കൊന്നു തിന്നാനുള്ള അവസരം ലഭിച്ചു. അങ്ങനെ അവയുടെ എണ്ണം പെരുകുകയും ചെയ്തു. അതിനാൽ തന്നെ പലതരം ചിപ്പികൾ, കക്കകൾ, ശംഖുകൾ, കൂടൊച്ചുകൾ, ഞണ്ടുകൾ ഒക്കെ ഇവരുടെ ഭക്ഷണമാണ്. ഈ ഇരപിടിയൻ കൈ മിന്നൽ വേഗത്തിൽ നിവർത്തിയാണ് ഇവർ ആക്രമിക്കുക. ആ കൈകളുടെ പ്രത്യേക സ്പീഡും ശക്തിയും മൂലം ഇവരെക്കാൾ വളരെ വലിപ്പമുള്ള ഇരകളെ പോലും കീഴടക്കാൻ ഇവർക്ക് പറ്റും. മനോഹര നിറമുള്ള മയിൽ മാൻറ്റിസ് ചെമ്മീനിൻ്റെ, പീകോക്ക് മാൻറ്റിസ് ഷ്രിമ്പിൻ്റെ ഇടിവേഗതയെ പറ്റിയിട്ടുള്ള ശാസ്ത്രീയ ഗവേഷണങ്ങളാണ് ഏറ്റവും കാര്യമായിട്ട് നടന്നിട്ടുള്ളത്. 2004 കാലിഫോർണിയ സർവകലാശാലയിലെ ഡോക്ടർ ഷീല പതക്കും സംഘവുമാണ് ഈ മാൻറ്റിസ് ഷ്രിമ്പുകളുടെ ഇടിയുടെ യഥാർത്ഥ ശേഷി ചില പഠനങ്ങളിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുത്തത്. ഈ മാൻറ്റിസ് ഷ്രിമ്പുകൾ ഇരയുടെ ദേഹത്തേക്ക് ഇടിക്കുന്ന ഇടി ഇവർ ക്യാമറയിൽ പകർത്തി. സെക്കൻഡിൽ 5000 മുതൽ 40,000 വരെ ഫ്രെയിമുകൾ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന അതിവേഗ സൂപ്പർ ഹൈ സ്പീഡ് ക്യാമറകളാണ് അതിന് ഉപയോഗിച്ചത്. ആ ഇടിയുടെ ഓരോ മില്ലി സെക്കൻഡിലെയും ചലനങ്ങൾ കൃത്യമായിട്ട് പകർത്തി പരിശോധിക്കാൻ അവർക്ക് പറ്റി. ഈ മാൻറ്റിസ് ഷ്രിമ്പുകളുടെ ഇടിക്കൈകളിൽ അതിസൂക്ഷ്മമായിട്ടുള്ള ഫോഴ്സ് സെൻസറുകൾ ഘടിപ്പിച്ചാണ് ഇടിയുടെ ബലം കൃത്യമായിട്ട് അവർ അളന്നത്. ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു ആ പഠനത്തിൽ നിന്നും ലഭിച്ച അറിവുകൾ. ഭൂഗുരുത്വാകർഷണത്തെക്കുറിച്ച് നമുക്കെല്ലാം അറിയാം. 1G എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് സമുദ്രനിരപ്പിൽ ഭൂമിയുടെ ആകർഷണം മൂലം ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന ത്വരണമാണല്ലോ, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ബഹിരാകാശത്തേക്ക് ഒരു റോക്കറ്റ് കുതിച്ചു വരുന്ന ആ നിമിഷം അതിലെ സഞ്ചാരികൾ അനുഭവിക്കുന്നത് 3G മുതൽ 5G വരെ ആക്സലറേഷൻ ആണ്. ഉദാഹരണത്തിന് 70 കിലോ ഭാരമുള്ള ഒരാൾക്ക് ആ സമയത്ത് ഏകദേശം 210 മുതൽ 350 കിലോഗ്രാം വരെ ഭാരം അനുഭവപ്പെടാം. എന്നാൽ നമ്മുടെ മാൻറ്റിസ് ഷ്രിമ്പ് ഇരയുടെ നേരെ കൈകൾ കൊണ്ടിടിക്കുന്നത് മിന്നൽ വേഗത്തിലാണ്. ഇവയുടെ മുന്നിലെ കൈകൾ, ഡാക്ടൈൽ ക്ലബ്സ്, ഒരു സ്പ്രിങ് പോലെ മടക്കി വെച്ചിട്ടാണ് ഉണ്ടാവുക. ഇര തൊട്ടടുത്തുണ്ടെങ്കിൽ സെക്കൻഡിൽ 23 മീറ്റർ വേഗതയിലാണ് ഇത് കൊണ്ടിടിക്കുക. അതായത് നിശ്ചലമായിട്ടുള്ള ഇവരുടെ കൈകൾ 83 km/h വേഗതയിലേക്ക് എത്തുന്നത് 10400 G ആക്സിലറേഷനിലാണ്. അതായത് ഒരു തോക്കുംകുഴയിൽ നിന്നും .22 കാലിബർ വെടിയുണ്ട കുതിക്കുമ്പോഴുള്ള ആ ത്വരണത്തിന് തുല്യം. അതിനാൽ തന്നെ ഇവയുടെ കൈകൾ ഇരയുടെ മേൽ പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ശക്തി ഏകദേശം 1500 ന്യൂട്ടൺ വരെയാണ്. അതായത് ഒരു വലിയൊരു മാൻറ്റിസ് ഷ്രിമ്പിന്റെ ആഘാതം എന്നത് ഒരു കൊച്ചു ഞണ്ടിന്റെ ദേഹത്ത് 150 കിലോഗ്രാം ഭാരമുള്ള കൂടം കൊണ്ടുള്ള ഒരു മിന്നൽ ഇടി കിട്ടിയതുപോലെയാണ്. എന്തായാലും ഇവരുടെ ഇടിക്കാനുള്ള ഈ കഴിവാണല്ലോ ഇവരെ ഇത്രയധികം സ്റ്റാർ ആക്കിയത്, ലോക പ്രശസ്തരാക്കിയത്. ഈ കൈ കൊണ്ടാണ് ഇവർ ഇര പിടിച്ച് ജീവിക്കുന്നതും. എന്തായാലും അതിനായിട്ട് പരിണാമത്തിലൂടെ ഇവർ ആർജിച്ചത് ഒരു അത്ഭുത എഞ്ചിനീയറിംഗ് മെക്കാനിസം തന്നെയാണ്. അതല്പം വിശദമായി പറയേണ്ടിയിരിക്കുന്നു. ഇനി ഇടിയെപ്പറ്റി പറയുമ്പോൾ നമ്മളൊക്കെയും എപ്പോഴും ഓർക്കുക നമ്മുടെ കൈകളുടെ കൈക്കരുത്ത് അല്ലെങ്കിൽ പേശീബലമാണല്ലോ. അത് ബോക്സർ ആയാലും ഫൈറ്റർ ആയാലും ഒക്കെ. അതായത് വെറും പേശീബലം കൊണ്ട്, മസിലുകളുടെ ശക്തി കൊണ്ട് മാത്രം ഭൂമിയിൽ ഒരു ജീവിക്കും വെടിയുണ്ടയുടെ ശക്തിയിൽ ഇടിക്കാൻ പറ്റും എന്ന് തോന്നുന്നുണ്ടോ? മാൻറ്റിസ് ഷ്രിമ്പുകൾ അവരുടെ ഇടുക്കി അവരുടെ കയ്യിലെ മസിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇവയുടെ കയ്യിലെ ശക്തമായിട്ടുള്ള മസിലുകൾ പതുക്കെ സങ്കോചിച്ച് പതുക്കെ ഊർജ്ജം സംഭരിക്കുന്നതൊക്കെ ശരി തന്നെയാണ്. അതൊന്നുമല്ല ഇവിടെ എത്രമേൽ അത്ഭുതം ഉണ്ടാക്കുന്നത്. ഇവയുടെ കൈകളുടെ സന്ധികളിൽ കാൽഷ്യം കാർബണേറ്റ് കൊണ്ടുള്ള ഈ കുതിരകളുടെ സീറ്റ് പോലെയുള്ള രൂപത്തിലുള്ള സാഡിൽ പോലെയുള്ള ഒരു ചെറിയ സംഭവമുണ്ട്. ഇതാണ് ശരിക്കും ശക്തമായിട്ടുള്ള ഒരു ബയോളജിക്കൽ സ്പ്രിംഗ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. ഇനി ആ സ്പ്രിങ്ങിന്റെ ഊർജ്ജം നഷ്ടമാകാതെ, അതായത് അമർത്തി വെച്ചാൽ അതിൻ്റെ ഊർജ്ജം പുറത്തു പോകാതെ പൂട്ടി വെക്കാൻ അല്ലെങ്കിൽ ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ലാച്ച് കൂടിയുണ്ട്. പ്രകൃതിദത്തമായിട്ടുള്ള ഒരു ലാച്ച്, ഒരു കൊളുത്ത്. വേട്ടക്ക് തയ്യാറെടുക്കുന്ന സമയം ഈ മാൻറ്റിസ് ഷ്രിമ്പ് അതിൻ്റെ പേശികൾ ഉപയോഗിച്ച് ഈ സാഡിൽ എന്ന സ്പ്രിങ്ങിനെ വലിച്ചു മുറുക്കുന്നു. എന്നിട്ട് ആ ലാച്ച് ഇട്ട് അങ്ങ് ലോക്ക് ചെയ്ത് വെക്കും. ഇര കൃത്യമായിട്ടുള്ള ദൂരത്ത് തൊട്ടടുത്തെത്തുമ്പോൾ ഈ ലാച്ച് അങ്ങ് ഊരും. അതായത് ഈ സ്പ്രിങ് പെട്ടെന്ന് അങ്ങ് റിലീസ് ചെയ്യും. വില്ലിൽ നിന്ന് അമ്പ് പായുന്നത് പോലെ സംഭരിക്കപ്പെട്ട ഊർജ്ജം മുഴുവൻ ഒരൊറ്റ മില്ലി സെക്കൻഡ് കൊണ്ട് പുറത്തേക്ക് വരുന്നു. അതായത് ആ കൈ മിന്നൽ വേഗത്തിൽ നിവരുന്നു, ഇടിക്കുന്നു. ആ ഒരു ഇടിയിൽ ഇവ സൃഷ്ടിക്കുന്ന ഫലം എന്നത് അതിൻ്റെ ഭാരത്തിൻ്റെ 2500 മടങ്ങായിരിക്കും. അതിവേഗതയിലുള്ള ഒരു ഇടി, അതിലെന്താണ് ഇത്ര അമ്പരിക്കാൻ എന്നാണല്ലോ ആലോചിച്ചത്. ഇതൊന്നുമല്ല വിസ്മയം. ഈ ഇടിയുടെ വേഗത മൂലം ജലത്തിനടിയിൽ അപ്പോൾ അത്യപൂർവമായിട്ടുള്ള ഒരു പ്രതിഭാസം സംഭവിക്കും. കാവിറ്റേഷൻ ബബിൾ എന്ന ഒരു അത്ഭുത സംഭവം. സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ വെള്ളം തിളച്ച് ആവിയാകാൻ
100°C ആണ് വേണ്ടത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് വെള്ളത്തിന്റെ ബോയിലിംഗ് പോയിന്റ്, തിളനില 100°C എന്ന് നമ്മൾ വളരെ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. എന്നാൽ മർദ്ദം കൂട്ടിയാൽ ആ 100°C വെള്ളം തിളക്കില്ല എന്നും നമുക്കറിയാം. പ്രഷർ കുക്കറിന്റെ ഒക്കെ തത്വം അതാണല്ലോ. അതുപോലെ മർദ്ദം നന്നായി കുറഞ്ഞാൽ സാധാരണ റൂം ടെമ്പറേച്ചറിൽ 100°C ഒന്നും വേണ്ട, അതിൽ തന്നെ വെള്ളം തിളച്ച് ആവിയാകും. എവറസ്റ്റിന്റെ മുകളിൽ 68-70 വെള്ളം തിളക്കും. ഇനി ഇതും നമ്മുടെ മാൻറ്റിസ് ഷ്രിമ്പിന്റെ അടിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പറയാം. മാൻറ്റിസ് ഷ്രിമ്പ് അതിന്റെ കൈകൾ സെക്കൻഡിൽ 23 മീറ്റർ വേഗതയിലാണല്ലോ മുന്നോട്ട് ചലിപ്പിക്കുന്നത്. കടലിനടിയിലാണ് ഈ ഇടിയൊക്കെ നടക്കുന്നത്. അതിവേഗതയിൽ ഈ കൈ മുന്നോട്ട് പായുമ്പോൾ ഈ കൈകൾക്ക് മുന്നിലുള്ള വെള്ളം അതിവേഗം വശങ്ങളിലേക്ക് തള്ളപ്പെടും. അതോടെ ആ സ്ഥലത്തെ ജലസമ്മർദ്ദം നന്നായിട്ട് കുറയും. അതായത് അപ്പോൾ കടലിനടിയിലെ ആ ടെമ്പറേച്ചറിൽ തന്നെ അവിടെയുള്ള വെള്ളം തിളക്കും, ആവിയാവും. അതുവഴി അവിടെ ഒരു ചെറിയ വാക്വം ബബിൾ, വേപ്പർ ബബിൾ സൃഷ്ടിക്കപ്പെടും. ഇതിനെയാണ് കാവിറ്റേഷൻ ബബിൾ എന്ന് വിളിക്കുന്നത്. കൗതുകകരമായിട്ടുള്ള കാര്യം, ഈ കുമിള എത്ര വേഗത്തിലാണ് ഉണ്ടാകുന്നത് അത്ര വേഗതയിൽ തന്നെ അത് പൊട്ടുകയും ചെയ്യും, ഇംപ്ലോഡ് ചെയ്യുകയും ചെയ്യും. അതായത് ഈ കുമിള ഉണ്ടായ അടുത്ത മില്ലി സെക്കൻഡിൽ തന്നെ അതിശക്തമായിട്ട് വലിയ ആഘാതത്തോടെയാണ് അത് പൊട്ടിത്തെറിക്കുക. ഈ പൊട്ടിത്തെറിയുടെ ഫലമായി അവിടെ താൽക്കാലികമായിട്ട് 4000 മുതൽ 4500°C വരെ ഊഷ്മാവ് ഉയരും. സൂര്യൻ്റെ ഉപരിതലത്തിലെ താപനില ഏകദേശം 5500°C ആണെന്ന് ഓർമ്മിക്കണം. അതായത് ഈ കടലിനടിയിൽ ഈ മാൻറ്റിസ് ഷ്രിമ്പിൻ്റെ ഒരു ഇടിയിൽ അവിടെ ഉണ്ടാകുന്ന ചൂട് എന്ന് പറയുന്നത് സൂര്യൻ്റെ ഉപരിതലത്തിലെ ചൂടോടടുത്ത ചൂടാണ്. ഈ കുമിള പൊട്ടിത്തെറിച്ച് ഇത്രയും ഉയർന്ന ചൂടും ഊർജവും ഒക്കെ അവിടെ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു ചെറിയ പ്രകാശ സ്ഫുല്ലിംഗം കൂടി ഉണ്ടാകും, ഫ്ലാഷ് ഓഫ് ലൈറ്റ്. ശബ്ദമോ മർദ്ദമോ കാരണം പ്രകാശമുണ്ടാകുന്ന ഈ പ്രതിഭാസത്തിന് സോണോലുമിനസെൻസ് എന്നാണ് പറയുക. അതായത് വെറും ഇടിപൊട്ടൽ ശബ്ദം മാത്രമല്ല, മിന്നൽ പ്രകാശം കൂടി അവിടെ ഉണ്ടാകും. ഇനി ആ കുമിളയുടെ അതിവേഗ പൊട്ടൽ സംഭവിക്കുമ്പോൾ അതുവഴി ആ ചുറ്റുമുള്ള വെള്ളത്തിലേക്ക് അതിശക്തമായിട്ടുള്ള ആഘാത തരംഗം, ഷോക്ക് വേവ്, ഹൈഡ്രോഡൈനാമിക് ഫോഴ്സ് ഉണ്ടാകും. ഇനി മാൻറ്റിസ് ഷ്രിമ്പിന്റെ ഇടി നേരിട്ട് ആ ഇരയുടെ ദേഹത്ത് കൊണ്ടില്ലെങ്കിലും ഈ കാവിറ്റേഷൻ ബബിൾ പൊട്ടുമ്പോഴുണ്ടാകുന്ന ഈ ഷോക്ക് വേവ് മൂലം ഞണ്ടുകളെ പോലെയുള്ള ഇരകളുടെ ഈ തോട് പൊട്ടിപ്പോവും. അങ്ങനെ ഇര തൽക്ഷണം ചത്തുപോവുകയും ചെയ്യും. അതായത് രജനീകാന്ത് പറയുന്നത് പോലെ നാൻ ഒരു തവണയിൽ സ്വന്നാൽ 100 തവണയെ സ്വന്ന മാതിരി അല്ലെങ്കിലും മാൻറ്റിസ് ഷ്രിമ്പ് ഒരു തവണയെ അടിച്ചാൽ 2 തവണ അടിച്ചതുപോലെയാണ്. ഡബിൾ പഞ്ചാണത്. ആദ്യത്തേത് കൈകൾ കൊണ്ടുള്ള നേരിട്ടുള്ള ഇടി, രണ്ടാമത്തേത് മില്ലി സെക്കൻഡുകൾക്ക് ശേഷം കാവിറ്റേഷൻ ബബിൾ പൊട്ടുമ്പോഴുണ്ടാകുന്ന ആഘാതം. മാൻറ്റിസ് ഷ്രിമ്പുകളുടെ ഇത്തരത്തിലുള്ള ഇടിയുടെ ആഘാതം ചിലപ്പോൾ അക്വേറിയങ്ങളിലെ ഗ്ലാസ് ചില്ലുകളെ തകർത്ത് കളയും. അതുകൊണ്ട് തന്നെ സാധാരണമായിട്ടുള്ള വെറും ചില്ലുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന അക്വേറിയങ്ങളിലൊന്നും ഈ മാൻറ്റിസ് ഷ്രിമ്പുകളെ ഇടാറില്ല. നല്ല ഉറപ്പുള്ള കട്ടി ചില്ലുകൾ കൊണ്ട് നിർമ്മിച്ച അക്വേറിയങ്ങളിലാണ് അവയെ സൂക്ഷിക്കുക. കൗതുകരമായിട്ടുള്ള വേറൊരു കാര്യം, ഇത്രയും ശക്തമായിട്ട് ഇടിച്ചിട്ടും മാൻറ്റിസ് ഷ്രിമ്പിന്റെ കൈകൾക്ക് എന്തുകൊണ്ടാണ് കേടുപാടൊന്നും സംഭവിക്കാത്തത് എന്നതാണ്. നമ്മളെ മരം കൊത്തികൾ ഇത്ര ശക്തമായിട്ട് കൊത്തിയിട്ടും അതിൻ്റെ തലച്ചോർ കലങ്ങാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നത് പോലെ ഈ മാൻറ്റിസ് ഷ്രിമ്പുകളുടെ കൈകൾ എന്ന് പറയുന്നത് ഒറ്റ ഒരു കല്ല് പോലെയുള്ള ഏകശിലാരൂപത്തിലുള്ളതല്ല, മറിച്ച് വ്യത്യസ്ത ഗുണവും സ്വഭാവവും സവിശേഷതകളുമുള്ള 5 പാളികൾ കൊണ്ട് നിർമ്മിച്ചതാണ്. ഏറ്റവും പുറത്തുള്ളതാണ് ഔട്ടർ ഇമ്പാക്ട് റീജിയൻ. ഹൈഡ്രോക്സി അപ്രൈറ്റ് എന്ന് പറയുന്ന കാൽഷ്യം ഫോസ്ഫേറ്റ് ധാതുവാണ് അതിലെ പ്രധാന ഭാഗം. മനുഷ്യൻ്റെ എല്ലുകളിലും പല്ലുകളിലും ഒക്കെ കാണപ്പെടുന്ന സാധാരണമായിട്ടുള്ള ആ ധാതു തന്നെ. ഇവിടെ ഈ കൈകളുടെ പുറംഭാഗത്തിന് ഇത്രയധികം കടുപ്പം നൽകുന്നത് ഈ ധാതുവിൻ്റെ സാന്നിധ്യം മൂലമാണ്. ഇതിനടിയിലാണ് സ്ട്രൈക്കബിൾ കോർ. പുറത്തെ കട്ടിയുള്ള പാളിക്ക് തൊട്ട് താഴെ കൈറ്റിൻ നാരുകൾ കൊണ്ട് നിർമ്മിച്ചതാണ് ആ പാളി. അയവുള്ളതും എന്നാൽ ശക്തമായിട്ടുള്ള ഒരു പ്രത്യേകതരം പാളി. പുറമേ നിന്നുള്ള പ്രഹരശേഷി ഉൾക്കൊള്ളാനും ആഗിരണം ചെയ്യാനും ഒക്കെ പറ്റുന്ന വിധത്തിലാണ് അതിൻ്റെ സംവിധാനം. ഇനി കൈകൾക്കുള്ളിലെ കൈറ്റിൻ നാരുകൾ ക്രമീകരിച്ചിരിക്കുന്നതും വിചിത്രമായിട്ടുള്ള ഒരു രൂപത്തിലാണ്. നമ്മൾ പ്ലൈവുഡ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ മരപ്പാളികൾ തലങ്ങും വിലങ്ങും ഒക്കെ വെച്ച് അവ ചേർത്ത് അമർത്തി ഒട്ടിച്ചിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണല്ലോ പ്ലൈവുഡിനൊക്കെ ഇത്രയധികം ശക്തി കിട്ടുന്നത്. ഈ കൈറ്റിൻ നാരുകളും പല വിധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി പിണഞ്ഞ തിരിച്ചൊരു പാളിക്ക് മേൽ തിരിഞ്ഞ് വേറൊരു വിധത്തിൽ ഒക്കെ അടുക്കി വെച്ചതുപോലെയാണ് ഉണ്ടാവുക. ഇതിൻ്റെയൊക്കെ ഉള്ളിൽ ഹെറിംഗ് ബോൺ എന്ന് പറയുന്ന മീൻമുള്ളിൻ്റെ ഒക്കെ രൂപത്തിലുള്ള ഒരു ക്രമീകരണവും കൂടിയുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെ ഈ മാൻറ്റിസ് ഷ്രിമ്പിൻ്റെ കൈയുടെ പുറം ഭാഗത്ത് എവിടെയെങ്കിലും ഈ ഇടിയുടെ ഇടയിൽ ഒരു ക്രാക്ക്, വിള്ളൽ ഉണ്ടായാൽ തന്നെ അത് കൈയുടെ ഉള്ളിലേക്ക് എത്തില്ല. ഈ നാരുകളുടെ ഈ സർപ്പിള ഘടന കൊണ്ട് തന്നെ ആ ക്രാക്ക് അവിടെ തന്നെ പിടിച്ചു നിർത്തപ്പെടും. അടുത്ത കാലത്ത് നടന്ന ചില പഠനങ്ങൾ വേറെയും ചില പ്രത്യേകതകൾ കൂടി കണ്ടെത്തിയിട്ടുണ്ട്. ശരിക്കും ഇടി സംഭവിക്കുമ്പോഴുണ്ടാകുന്ന ഉയർന്ന ആവൃത്തിയിലുള്ള പ്രഹര തരംഗങ്ങൾ ഇരയുടെ മാത്രമല്ല മാൻറ്റിസ് ഷ്രിമ്പിന്റെയും കൈയിലെ ഉള്ളിലെ കോശങ്ങളെ നശിപ്പിക്കാൻ മാത്രം ശക്തിയുള്ളത് തന്നെയാണ്. എന്നാൽ ഇവയുടെ കൈയുടെ ഘടന ഒരു ഫോണോണിക് ക്രിസ്റ്റൽ
പോലെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതാണ് പുതിയൊരു അറിവ്. അതായത് വിനാശകരമായിട്ടുള്ള ആഘാത തരംഗങ്ങളെ കൈകളിലൂടെ തന്ത്രപ്രധാനമായ ഭാഗങ്ങളിലേക്ക് കടത്തിവിടാതെ അവയെ ഫിൽട്ടർ ചെയ്ത് തിരിച്ചയക്കുകയോ തടയുകയോ ചെയ്യാൻ ഈ ആന്തരിക ഘടന ഇവയെ സഹായിക്കുന്നുണ്ട് എന്നത്. കൂടെ ഇതിനുള്ളിലെ കൈറ്റിൻ നാരുകൾക്കിടയിൽ കാൽഷ്യം കാർബണേറ്റിനൊപ്പം മൃദുവായിട്ടുള്ള ചില പ്രകൃതിദത്ത പോളിമർ കൂടി നിറച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് കൈകൾക്ക് വഴക്കവും ഫ്ലെക്സിബിലിറ്റിയും തരംഗങ്ങളെ സ്വീകരിച്ച് നശിപ്പിക്കാനുള്ള ശേഷിയും ഒക്കെ നൽകുന്നുണ്ട് എന്ന്. അതാണ് ബോബിട്ട് സർവം പൊട്ടിത്തെറിപ്പിച്ച് ഭസ്മമാക്കിയിട്ടും നമ്മുടെ സിനിമകളിലെ നായകന്മാരെ പോലെ അവസാനം മാൻഡിസ് ഷ്രിമ്പ് കൂളായി സ്ലോ മോഷനിൽ ഒന്നും സംഭവിക്കാത്തതുപോലെ വന്ന് ഇരയെ തിന്നുന്നത്. മാൻഡിസ് ഷ്രിമ്പുകളുടെ ശരീരത്തിലെ അവയവങ്ങളുടെ വിസ്മയം ഇനിയുമുണ്ട്. ഇടിപോലെ തന്നെ ലോകപ്രശസ്തമാണ് അവയുടെ കാഴ്ചശക്തിയും. മനുഷ്യനെക്കാളും എന്നല്ല, ഭൂമിയിലെ മറ്റേത് ജീവിയെക്കാളും വികസിതമായിട്ടുള്ള ഒരു ദൃശ്യ സംവിധാനമാണ് ഇവർക്കുള്ളത്. മനുഷ്യന്റെ കണ്ണുകളിൽ നിറം തിരിച്ചറിയാനുള്ള 3 തരം കളർ റിസപ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ എന്നറിയാമല്ലോ. റെഡ്, ഗ്രീൻ, ബ്ലൂ ഫോട്ടോ റിസപ്റ്ററുകൾ. അതിനാൽ തന്നെ നമുക്ക് ട്രൈക്രോമാറ്റിക് വിഷൻ ആണുള്ളത് എന്ന് പറയും. നായ്ക്കൾക്കൊക്കെ 2 തരം ഫോട്ടോ റിസപ്റ്റർ മാത്രമേ ഉള്ളൂ. അതിനാൽ അവർക്ക് ഡൈക്രോമാറ്റിക് വിഷൻ ആണെന്ന് പറയും. അതിനാൽ തന്നെ നായ്ക്കൾക്ക് മനുഷ്യരെ പോലെ പച്ചയും ചുവപ്പും വേർതിരിച്ചറിയാനുള്ള കഴിവില്ല. എന്നാൽ നമ്മുടെ മാൻഡിസ് ഷ്രിമ്പുകൾക്ക് 12 മുതൽ 16 വരെ തരം കളർ റിസപ്റ്ററുകളുണ്ട്. പമ്പമ്പോ എന്ന് പറഞ്ഞു പോകും. അതായത് നമ്മൾ മനുഷ്യർക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനും അപ്പുറമുള്ള ഒരു വർണ്ണലോകമാണ് മാൻഡിസ് ഷ്രിമ്പുകൾ കാണുന്നത്. അൾട്രാവയലറ്റ്, ഇൻഫ്രാറെഡ് പ്രകാശങ്ങളും പോളറൈസ്ഡ് പ്രകാശവും അതിലെ തന്നെ സർക്കുലർ പോളറൈസ്ഡ് പ്രകാശവും ഒക്കെ കാണാൻ ഇവർക്ക് പറ്റും. ഭൂമിയിലെ ജീവികളിൽ നമ്മുടെ ഇതുവരെയുള്ള അറിവിൽ സർക്കുലർ പോളറൈസ്ഡ് ലൈറ്റ് കാണാൻ പറ്റുന്ന ഏക ജീവി മാൻഡിസ് ഷ്രിമ്പുകളാണ്. പവിഴപ്പുറ്റുകളിലും മറ്റ് ജീവികളുടെ ശരീരത്തിലുമൊക്കെ അൾട്രാവയലറ്റ് പ്രകാശത്തിൽ മാത്രം തെളിയുന്ന ചില ഫ്ലൂറസെന്റ് പാറ്റേണുകൾ, അടയാളങ്ങളൊക്കെ ഉണ്ടാവും. മാൻഡിസ് ഷ്രിമ്പിന് ഇത് വ്യക്തമായിട്ട് കാണാൻ പറ്റും, മറ്റാർക്കും കാണാൻ പറ്റില്ലെങ്കിലും. ഇനി ഇവരുടെ കാഴ്ചയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ മനുഷ്യർ ദൃശ്യപ്രകാശത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രകാശം ഏതെങ്കിലും വസ്തുവിൽ തട്ടി നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണല്ലോ കാണുന്നത്. അങ്ങനെ കണ്ണിൽ പതിയുന്ന ദൃശ്യങ്ങളെ നമ്മുടെ ഒപ്റ്റിക് നെർവുകൾ തലച്ചോറിലെത്തി പ്രോസസ്സ് ചെയ്ത് അത് ഇന്നതാണ് കാഴ്ച എന്ന് നമ്മളെ തിരിച്ചറിയിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ മാൻഡിസ് ഷ്രിമ്പ് ഇര തേടുന്നതും വേട്ടയാടുന്നതും ഒക്കെ മില്ലി സെക്കൻഡിന്റെ സമയത്തിന്റെ ഇടയിലാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരു കാഴ്ച കണ്ട് അതെന്താണെന്ന് തിരിച്ചറിഞ്ഞ് തീരുമാനമെടുത്ത് കൈകൾ കൊണ്ട് ഇടിക്കാനൊന്നും അതിന് സമയമില്ല. അത് കണ്ടു കഴിഞ്ഞ് അത് തലച്ചോറിലേക്കൊന്നും അയക്കാതെ തന്നെ നേരിട്ട് ആ വിവരം പ്രോസസ്സ് ചെയ്യുന്നത് കണ്ണ് തന്നെയാണ്. എന്നിട്ടാണ് കൈകൾക്ക് നിർദ്ദേശം കൊടുക്കുന്നത്. അതായത് പരിണാമത്തിന്റെ ഭാഗമായിട്ട് ഇവ ആർജിച്ചെടുത്തിരിക്കുന്ന ഒരു പ്രത്യേക കഴിവുകളാണിത്. കണ്ണുകളിൽ വെച്ച് തന്നെ നിറങ്ങളെ തിരിച്ചറിയുന്നു. തലച്ചോറിൻ്റെ സഹായമില്ലാതെ തന്നെ കണ്ണുകൾ തീരുമാനമെടുക്കുന്നു. ഉടൻ ഇവരുടെ കൈകൾ പ്രതികരിക്കുന്നു. ഇവയുടെ കണ്ണുകൾ ശ്രദ്ധിച്ചല്ലോ, ഇത് രണ്ടും പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് പോലെ ഇവ ഇഷ്ടം പോലെ സ്വതന്ത്രമായിട്ട് ചലിപ്പിക്കാൻ പറ്റുന്ന വിധത്തിൽ, കറക്കാൻ പറ്റുന്ന വിധത്തിൽ വെവ്വേറെയായിട്ട് ഓരോ തണ്ടിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു രൂപത്തിലാണുള്ളത്. ലക്ഷക്കണക്കിന് പ്രകാശഗ്രാഹികളായിട്ടുള്ള കുഞ്ഞു കണ്ണുകൾ, ഒമാറ്റിഡകൾ സമാന്തരമായിട്ട് ഘടിപ്പിച്ചിട്ടുള്ളതാണ് ഈ കോമ്പൗണ്ട് ഐകൾ, സംയുക്ത നേത്രങ്ങൾ. ഈ ഓരോ കണ്ണിനും ഒരു 3 ഭാഗങ്ങളുണ്ട്. മുകളിലും താഴെയുമായിട്ട് അർദ്ധവൃത്ത ഭാഗങ്ങൾ, അതിൻ്റെ നടുവിലായിട്ട് ഒരു ബാൻഡും. ഈ കണ്ണിൽ കാണുന്ന കറുത്ത അടയാളം ഇവയുടെ കൃഷ്ണമണിയൊന്നുമല്ല, അത് സ്യൂഡോ പ്യൂപ്പിളാണ്. നമ്മുടെ കൃഷ്ണമണി പോലെ തോന്നിക്കുന്നു എന്ന് മാത്രം. നമ്മൾ മനുഷ്യർക്കൊക്കെ നമ്മുടെ മുഖത്തിൻ്റെ മുൻഭാഗത്ത് കണ്ണുള്ളത് കൊണ്ടാണ് 2 കണ്ണിൽ നിന്നുള്ള കാഴ്ചകളെ അനലൈസ് ചെയ്തിട്ടാണ് നമുക്ക് മുന്നിലുള്ള വസ്തുവിലേക്കുള്ള ദൂരം, ഡെപ്ത് ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് നമ്മുടെ തലച്ചോറ് അനലൈസ് ചെയ്തിട്ട് തീരുമാനിക്കുന്നതാണ്. എന്നാൽ ഈ മാൻഡിസ് ഷ്രിമ്പിൻ്റെ ഒരു കണ്ണിൽ തന്നെ ഈ 3 ഭാഗങ്ങളുണ്ട്. അതായത് ഒരു കണ്ണ് 3 കണ്ണിൻ്റെ ഗുണം ചെയ്യുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. മുകൾ ഭാഗവും താഴെ ഭാഗവും മധ്യഭാഗവും. ആ കണ്ണിന് തന്നെ അവർക്ക് ഇങ്ങനെ തിരിക്കാനും പറ്റും. അതായത് ഈ ഒരു കണ്ണുകൊണ്ട് തന്നെ ആ കണ്ണിന് മുന്നിലുള്ള വസ്തുവിലേക്കുള്ള ദൂരം, ഡെപ്ത് ഒക്കെ ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒരു 3D വിഷൻ ഓരോ കണ്ണിനും സാധ്യമാണ്. കൂടാതെ ഈ 2 കണ്ണുകളും പരസ്പര ബന്ധിതമല്ല. നമ്മുടെ കണ്ണുകൾ പരസ്പര ബന്ധിതമാണ്. നമുക്ക് ഒരു കണ്ണ് ഇടത്തോട്ടും ഒരു കണ്ണ് വലത്തോട്ടും നീക്കാൻ പറ്റില്ല സാധാരണഗതിയിൽ. അതായത് ഇവയുടെ കാഴ്ച എന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. ഇനി കാവിറ്റേഷൻ ബബിളും അതിൻ്റെ ശക്തിയും അതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളുമൊക്കെ നമ്മൾ ആധുനിക സയൻസിൻ്റെ വികാസത്തിൻ്റെ ഭാഗമായിട്ട് അടുത്ത കാലത്തൊക്കെയാണ് മനസ്സിലാക്കുന്നത്. കൂടെ തന്നെ നമ്മുടെ എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യകളിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പരിഹാരങ്ങളും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഈ കാവിറ്റേഷണൽ പ്രതിഭാസം നമ്മൾ ഉപയോഗിക്കുന്ന പല യന്ത്രങ്ങൾക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കപ്പലുകളുടെയും സബ്മറൈനുകളുടെയും ഒക്കെ പ്രൊപ്പല്ലറുകൾ അതിവേഗതയിൽ വെള്ളത്തിൽ ഇങ്ങനെ കറങ്ങുമ്പോൾ അവിടെയും കാവിറ്റേഷണൽ ബബിളുകൾ ഉണ്ടാകുന്നുണ്ട്. ഇവ ഇങ്ങനെ നിരന്തരം പൊട്ടുമ്പോൾ ആ ബബിളുകളുടെ ഇംപ്ലോഡ് മൂലം ഈ പ്രൊപ്പല്ലറുകളുടെ ഉപരിതലത്തിൽ തകരാറുകൾ സംഭവിക്കും. ആ പ്രൊപ്പല്ലർ ലോഹപ്പാളികളിൽ
കുഴികളൊക്കെ ഉണ്ടാവും, അവ നശിച്ചു പോകും. ഈ പ്രൊപ്പല്ലറുകൾ മാത്രമല്ല പലതരത്തിലുള്ള എഞ്ചിനുകളുടെയും ഒക്കെ ഉള്ളിലും ഈ പ്രശ്നങ്ങൾ പലപ്പോഴും സംഭവിക്കാറുണ്ട്. ഇപ്പോഴും നമ്മൾ അതിൻ്റെ പരിഹാരങ്ങൾ കൂടി ആലോചിച്ചിട്ടാണ് അത്തരത്തിലുള്ള യന്ത്രങ്ങൾ ഡിസൈൻ ചെയ്യുന്നതും. എന്നാൽ ഈ മാൻറ്റിസ് ഷ്രിമ്പ് എന്ന് പറയുന്ന ഒരു കൊച്ചു ജീവി ദശലക്ഷക്കണക്കിന് വർഷമായി ഈ കാവിറ്റേഷൻ പ്രതിഭാസത്തെ സ്വന്തം നേട്ടത്തിനായി ഒരു ആയുധമായിട്ട് ഉപയോഗിച്ചു വരുന്നു എന്നത് പ്രകൃതിയിലെ ഒരു വലിയ വിസ്മയം തന്നെയാണ്. ഈ കാവിറ്റേഷൻ പ്രതിഭാസവും ഇംപ്ലോഡും ഒക്കെ അവരുടെ തൊട്ടടുത്ത് സംഭവിച്ചിട്ടും അവരുടെ കൈകൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാകുന്നുമില്ല. അതുപോലെ തന്നെ ഇവരുടെ കണ്ണുകളെ പറ്റി പറഞ്ഞല്ലോ, ഇവർക്ക് പോളറൈസ്ഡ് ലൈറ്റുകൾ തിരിച്ചറിയാനുള്ള കഴിവുണ്ട് എന്ന്. ഇവ വെറുതെ കാണാൻ മാത്രമല്ല ഉപയോഗിക്കുന്നത്, ഇവയുടെ ശരീരത്തിൽ നിന്നും ഇത്തരത്തിലുള്ള പോളറൈസ്ഡ് ലൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കാനും കൂടി ഇവർക്ക് പറ്റും. സമുദ്രത്തിലെ മറ്റു ജീവികൾക്കൊന്നും ഈ പ്രകാശം കാണാൻ പറ്റില്ലല്ലോ. അതിനാൽ തന്നെ ഇതൊരു രഹസ്യ കോഡായിട്ട് സ്വന്തം വർഗ്ഗക്കാരായിട്ടുള്ള മറ്റ് മാൻറ്റിസ് ഷ്രിമ്പുകളുമായിട്ട് ആശയവിനിമയം ചെയ്യാനുള്ള ഒരു ഉപാധിയായിട്ടാണ് ഇവർ ഈ പ്രകാശം ഉപയോഗിക്കുന്നത്. അതായത് അതിർത്തികൾ നിശ്ചയിക്കാനും ഇണകളെ ആകർഷിക്കാനും ഒക്കെ ഈ പോളറൈസ്ഡ് ലൈറ്റ് ഇവർ ഉപയോഗിക്കുന്നുണ്ട് എന്ന്. കടുത്ത ആക്രമണകാരികളായിട്ടുള്ള ഇവർ ഇവരുടെ സ്വന്തം ടെറിട്ടറിയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഫൈറ്റിംഗ് ഒക്കെ നടത്താറുണ്ട്. എങ്കിലും ഇവർ ഒറ്റക്കൊറ്റക്ക് ചില ഇടങ്ങളിൽ സ്ഥിരമായിട്ട് താമസിക്കുന്നവരാണ്. എന്തായാലും പവിഴപ്പുറ്റുകളെയൊക്കെ നശിപ്പിക്കുന്ന പലതരത്തിലുള്ള ജീവികളെ വേട്ടയാടുന്നതിലൂടെ കടലിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഇവർ വലിയ സഹായം കൂടി കടലിൽ ചെയ്യുന്നുമുണ്ട്. മാൻറ്റിസ് ഷ്രിമ്പുകളുടെ ഇത്തരം സവിശേഷതകൾ ഇന്ന് ശാസ്ത്രലോകത്തെ വലിയ ഗവേഷണങ്ങളിലേക്ക് നയിക്കുകയാണ്. പ്രകൃതിയിലെ പലതരം അത്ഭുത ഡിസൈനുകൾ നമ്മൾ കോപ്പിയടിക്കുന്നതിന് ബയോമിമിക്രി എന്നാണല്ലോ പറയുക. ഇവയുടെ കൈകളിലെ ഫോണോണിക് ഷീൽഡ് സംവിധാനത്തെ മാതൃകയാക്കി ഭാരം വളരെ കുറഞ്ഞതും എന്നാൽ അതിശക്തവുമായിട്ടുള്ള ഹെൽമറ്റുകൾ, ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ, യുദ്ധവിമാനങ്ങളുടെ ഭാഗങ്ങളൊക്കെ നിർമ്മിക്കാൻ ഇപ്പോൾ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവയുടെ കണ്ണുകളുടെ പോളറൈസേഷൻ ശേഷിയെ പറ്റി പഠിച്ച് ഓസ്ട്രേലിയയിലെ ഒരു സർവകലാശാല ഒരു തരം ഒപ്റ്റിക്കൽ സെൻസറുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതുപയോഗിച്ച് മനുഷ്യ ശരീരത്തിലെ ക്യാൻസർ കോശങ്ങളെയും നാഡീവ്യൂഹങ്ങളിലെ തകരാറുകളെയും വളരെ നേരത്തെ തന്നെ കൃത്യമായി കണ്ടെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ വിജയകുമാർ ബ്ലാത്തൂർ. ഇതുപോലെ വളരെ ചെറിയ ജീവികൾ മുതൽ വളരെ വലിയ സസ്തനികൾ വരെയുള്ള നമ്മുടെ ജീവലോകത്തിലെ മറ്റൊരു ജീവിയെ പരിചയപ്പെടുത്തുന്ന പുതിയൊരു വീഡിയോയുമായി ഉടൻ വരാം. അതുവരേക്കും വണക്കം.